CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം, CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ഗുരുവായൂർ മാണിക്യത്തുപടിയിൽ 4 പേർക്ക് വളർത്തുനായയുടെ കടിയേറ്റു. പേവിഷബാധ ലക്ഷണങ്ങളോടെ ഓടി നടന്ന് ആക്രമണ സ്വഭാവം കാണിച്ച നായയെ പിന്നീട് നാട്ടുകാർ തല്ലിക്കൊന്നു. പരിക്കേറ്റവർ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലും തൃശൂർ മെഡിക്കൽ കോളേജിലുമായി ചികിത്സ തേടി. കുന്നംകുളം ആനായ്ക്കൽ CMS സ്കൂളിലെ പാചക തൊഴിലാളിയുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങൾ അനാവശ്യ വിവാദമാണെന്ന് സ്കൂൾ അധികൃതർ. പാചക തൊഴിലാളിയോട് മനുഷ്യത്വ നിലപാട് സ്വീകരിക്കുമെന്നും തൊഴിലാളി യൂണിയനുമായി ചർച്ചയ്ക്ക് മാനേജ്മെന്റ് തയ്യാറാണെന്നും സ്കൂൾ മാനേജർ റവറന്റ് ജോൺസൺ ഇ ജോർജ്. കൂറ്റനാട് ആമക്കാവ് പൂരത്തോടനുബന്ധിച്ച് നടന്ന വെടിക്കെട്ടിനിടെ 3 പേർക്ക് പരിക്ക്. അജിത് കോടനാട്, ഷാമിൽ, ഷാരോൺ ചേറ്റുവ എന്നിവർക്കാണ് പരിക്കേറ്റത്. വെടിക്കെട്ടിനിടെ തെറിച്ച മൺകട്ടകളും ചെറിയ കല്ലുകളും ദേഹത്ത് തട്ടിയാണ് ഇവർക്ക് പരിക്കേറ്റത്. വെള്ളറക്കാട് കൊല്ലൻപടിയിൽ തെരുവ് നായയുടെ ആക്രമണത്തിൽ വയോധിക മരിച്ച സംഭവം. പ്രശ്നപരിഹാരത്തിന് അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല പ്രകടനം നടത്തി. പോക്സോ കേസിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിക്ക് മറ്റൊരു പോക്സോ കേസിൽ ജീവിതാവസാനം വരെ ജീവപര്യന്തം കഠിന തടവും 60,000 രൂപ പിഴയും ശിക്ഷ. വാടാനപ്പള്ളി ബീച്ച് ഇത്തിക്കാട്ട് വീട്ടിൽ ഉണ്ണിമോൻ എന്ന 49 വയസ്സുള്ള വിനോദിനെയാണ് ചാവക്കാട് അതിവേഗ സ്പെഷ്യൽ കോടതി കുറ്റക്കാരനാണെന്നു കണ്ടെത്തി ശിക്ഷിച്ചത്. കരുവന്നൂർ ബാങ്കിൽ നിന്നും ബിനാമികളെ ഉപയോഗിച്ച് 300 കോടി രൂപയോളം കവർന്ന കേസിൽ ED സമർപ്പിച്ച കുറ്റപത്രത്തിൽ മുഖ്യ സൂത്രധാരനായി രേഖപ്പെടുത്തിയ വ്യക്തിയാണ് കുന്നംകുളം MLA AC മൊയ്തീൻ എന്ന് BJP സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ് പറഞ്ഞു. NDA കുന്നംകുളം നിയോജക മണ്ഡലം കമ്മിറ്റി നടത്തിയ ജനകീയ വിചാരണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പൊന്നിയൂർ പഞ്ചായത്ത് ആലാപ്പാലം സ്മൃതിപഥം ആധുനിക വാതക ശ്മശാനത്തോട് എക്കാലവും ശത്രുതാപരമായ സമീപനം സ്വീകരിച്ച UDF കള്ളപ്രചാരണങ്ങളിൽ നിന്ന് പിന്മാറണമെന്ന് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് TB സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. വാഴാനി ഡാമിൽ നിന്നും ചൂണ്ടൽ പഞ്ചായത്തിലേക്ക് വെള്ളം ഒഴുക്കിവിടുന്ന പ്രദേശങ്ങളായ തലക്കോട്ടുകര, മണലി, കേച്ചേരി എന്നിവിടങ്ങളിൽ കനാൽ ശുചീകരണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. പ്രവൃത്തിയുടെ പുരോഗതി വിലയിരുത്താൻ ജനപ്രതിനിധികളുടെ സംഘം പ്രദേശങ്ങൾ സന്ദർശിച്ചു. ഗുരുവായൂർ നഗരസഭയുടെ പടിഞ്ഞാറേ നടയിലെ അമ്യൂണിറ്റി സെന്ററിൽ നിന്ന് ശുചിമുറി മാലിന്യം പുറത്തേക്കൊഴുകുന്നു. രാവിലെ മുതലാണ് മാലിന്യം പുറത്തേക്കൊഴുകാൻ തുടങ്ങിയത്. മാലിന്യ പ്രശ്നത്തിന് എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കുന്നംകുളം ആർത്താറ്റ് സെന്റ് മേരീസ് സിറിയൻ സിംഹാസന പള്ളിയിൽ പരിശുദ്ധനായ മോർ ഓസ്താത്തിയോസ് സ്ലൈബ ബാബയുടെ 96ാമത് ഓർമ്മ പെരുന്നാൾ ആഘോഷവും വചന പ്രഘോഷണവും മാർച്ച് 18 മുതൽ 22 വരെയുള്ള തീയതികളിലായി നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മതസൗഹാർദ്ദത്തിന്റെയും ഒരുമയുടെയും സന്ദേശമുയർത്തി ഗുരുവായൂർ നഗരസഭയിൽ ഇഫ്താർ സംഗമം നടത്തി. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ അഖില മലങ്കര പ്രാർത്ഥനാ യോഗം നോർത്ത് സോൺ വാർഷിക സമ്മേളനം ആർത്താറ്റ് സെന്റ് മേരീസ് കത്തീഡ്രലിൽ നടന്നു. പുന്നയൂർകുളം പാപ്പാളി 18ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയും രാജീവ് ഭവൻ ചാരിറ്റി കൂട്ടായ്മയും സംയുക്തമായി ഇഫ്താർ സംഗമവും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കലും സംഘടിപ്പിച്ചു. രാജ്യത്തെ പാചകവാതക പ്രതിസന്ധി കേന്ദ്ര സർക്കാരിന്റെ നിസ്സംഗത അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് DYFI മണലൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുല്ലശ്ശേരിയിൽ അടുപ്പുകൂട്ടി സമരം നടത്തി. മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച ഗുരുവായൂർ നഗരസഭയിൽ തൈക്കാട് മേഖലയിൽ ഉൾപ്പെട്ട പാലുവായ് മസ്ജിദ് റോഡ് ജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. പൊന്നിയൂർകുളം ആൽത്തറ രാമരാജ സ്കൂളിൽ ഇഫ്താർ സംഗമവും ഉപജില്ലാ മത്സരങ്ങളിൽ വിജയികളായവർക്കുള്ള സമ്മാനദാന ചടങ്ങും നടത്തി. വിദ്യാർത്ഥികളിൽ പഠന നിലവാരം ഉയർത്തുന്നതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി നൽകുന്നതിന്റെ ഭാഗമായി കടവലൂർ പഞ്ചായത്തിലെ പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് മേശയും കസേരയും നൽകി. ചെങ്കോട്ടുകോണം ശ്രീരാമദാസ മിഷൻ പ്രസ്ഥാനങ്ങളുടെ ആഭിമുഖ്യത്തിൽ ശ്രീരാമനവമി മഹോത്സവത്തിന്റെ ഭാഗമായ രഥയാത്രയ്ക്ക് ഗുരുവായൂരിൽ സ്വീകരണം നൽകി. LDSF കുന്നംകുളം മണ്ഡലം പ്രവർത്തക കൺവെൻഷൻ നടന്നു. TK കൃഷ്ണൻ സ്മാരക മന്ദിരത്തിൽ നടന്ന കൺവെൻഷൻ CPM കുന്നംകുളം മണ്ഡലം സെക്രട്ടറി MN സത്യൻ ഉദ്ഘാടനം ചെയ്തു. കുടുംബം കുട്ടിയുടെ അവകാശമെന്ന ആപ്തവാക്യത്തിൽ ഊന്നിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ലൈഫ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഗുരുവായൂർ ചാപ്റ്റർ കുടുംബസംഗമവും ഇഫ്താർ വിരുന്നും നടത്തി. SDPI പുന്നയൂർകുളം പഞ്ചായത്ത് കമ്മിറ്റി ഇഫ്താർ സംഗമവും വിവിധ മേഖലകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ആദരിക്കലും നടത്തി. കടപ്പുറം പഞ്ചായത്ത് ഹിന്ദു ഏകതാ സമ്മേളനം ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് ഇരട്ടപ്പുഴ വേദവ്യാസ നഗറിൽ നടക്കുമെന്ന്
ഭാരവാഹികൾ അറിയിച്ചു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctvonline.tv സന്ദർശിക്കുക. നമസ്കാരം.